എൻ്റെ പേര് ഗ്രേസി കട്ടിപ്പാറ. 2025 ഒക്ടോബർ മാസത്തിൽ ശക്തമായ തലകറക്കം ഉണ്ടായി. ഡോക്ടറെ കാണിച്ചു, 2 മാസം ഗുളിക കഴിച്ചു, എന്നിട്ടും മാറുന്നില്ല. ആദ്യമൊക്കെ ഭയങ്കര ശക്തമായിട്ട് തലകറങ്ങും, പിന്നീട് തല കുത്തനെ കറങ്ങാൻ തുടങ്ങി. എനിക്ക് കിടക്കാൻ തന്നെ പേടിയായിരുന്നു. കിടന്നു കഴിയുമ്പോൾ ഭയങ്കര അവസ്ഥയായിരുന്നു. 2026 ജനുവരി 14 ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI ചെയ്യണം, ബ്രെയിനിൽ ഞരമ്പിനെന്തോ പ്രശ്നമുണ്ടെന്ന്, MRI എടുക്കണം എന്ന് പറഞ്ഞു. MRI എടുക്കണതിൻ്റെ തലേദിവസം ചൊവ്വാഴ്ച ഒരു അത്ഭുത ജപമാല ലൈവ് ഞാൻ കണ്ട് പ്രാർത്ഥിച്ചു. ഈ അവസ്ഥയായപ്പോൾ 90 ദിവസത്തെ ജപമാല ഞാൻ നേർന്നിരുന്നു. അപ്പോൾ രാവിലെ അത്ഭുത ജപമാല ഒരെണ്ണം കണ്ടു, പിന്നെ ലൈവും കണ്ട്. കിടക്കാൻ നേരത്ത് ഞാൻ വിചാരിച്ചു നാളെ ഡോക്ടറെ കാണിക്കേണ്ടതല്ലേ, തലകറക്കം കൂടുകയാണെങ്കിൽ കൂടട്ടെ, ഡോക്ടറെ കാണിക്കേണ്ടതല്ല. എന്നിട്ട് ഗുളിക കഴിച്ചില്ല. എന്നിട്ട് ഞാൻ കിടക്കാൻ പോയി, കട്ടിലേക്ക് കിടക്കാൻ പോയിട്ട് എനിക്ക് തല കറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഇത് സത്യമാണോ എന്നറിയാൻ കിടന്നിട്ട് വീണ്ടും ഒന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും കിടന്നു നോക്കി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരാഴ്ച നോക്കി. 2ാമത്തെ ആഴ്ചയുണ്ട് അച്ഛൻ പറഞ്ഞു ഗ്രേസിയുടെ ഇയർ ബാലൻസ് സുഖപ്പെടുത്തുന്ന വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് MRI എടുക്കേണ്ടേ വന്നില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 4 മാസമായി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. അത്ഭുതമാല തുടർച്ചയായി കണ്ടു. വർഷങ്ങളായിട്ടുള്ള ഇയർ ബാലൻസ് കർത്താവ് സൗഖ്യം കൊടുത്തു കണ്ടോ. ഗ്രേസിയുടെ ഇയർ ബാലൻസ് കർത്താവ് സൗഖ്യപ്പെടുന്നു, സൗഖ്യം കിട്ടി. പിന്നെ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തെങ്ങിൽ തേങ്ങ കായ്ക്കാൻ തുടങ്ങി. അത് എല്ലാം മച്ചിങ്ങ ആകുമ്പോഴത്തേക്കും ഉണങ്ങി കരിഞ്ഞു പോകുമായിരുന്നു. വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം തേങ്ങയെല്ലാം കായ്ക്കുന്നുണ്ട്. പിന്നെ അനിയത്തിയുടെ മകളുടെ കുഞ്ഞ് ജനിച്ചപ്പോഴേ കാൽപാദം വളഞ്ഞതായിരുന്നു. അത്ഭുതമാലി സാക്ഷ്യപ്പെടുത്താൻ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു കുഞ്ഞിൻ്റെ കാൽപാദം വളഞ്ഞിരിക്കുന്നത് കർത്താവ് സുഖപ്പെടുത്തുന്നതെന്ന്. ഇപ്പോൾ ആ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു, കാലിന് ഒരു കുഴപ്പമില്ല. കരമടിച്ച് നന്ദി പറഞ്ഞ് കണ്ടോ, വിളിച്ചു പറയുന്നു, സംഭവിക്കുന്നു. കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കുക. പിന്നെ എൻ്റെ ജീവിത പങ്കാളി ഓട്ടോ ഓടിച്ച് പോരുമ്പോൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കഴുത്തിൽ ഉത്തിരിയം ധരിച്ചിരുന്നു. പിന്നെ ഓട്ടോ വിറ്റ് കിട്ടിയാൽ ദശാംശം കൊടുക്കാൻ നേർന്നതിൻ്റെ ഫലമായി ഓട്ടോ വിറ്റ് ദശാംശം കൊടുത്തു. 2024 തൊട്ട് അത്ഭുതങ്ങളുടെ തിരമാല ഞാൻ തുടർന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വെഞ്ചരിച്ച അന്ന് തൊട്ട് എൻ്റെ വയറിനൊക്കെ പ്രശ്നമുള്ളതൊക്കെ ഞാനിവിടെ ധ്യാനം കൂടി അതൊക്കെ മാറിയതാണ്. വെഞ്ചരിച്ച എണ്ണ, ഒലിവെണ്ണ, തേന് ഇവയെല്ലാം ഞാൻ എല്ലാ ദിവസവും ഗ്യാസിൻ്റെ ഗുളികയ്ക്ക് ഓരോക്കെ ഇപ്പം അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഗുളികയൊന്നും കഴിക്കേണ്ടി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2ാമത്തെ ചൊവ്വാഴ്ച അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറയുക 7 പേരുടെ വിരശല്യം മാറിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 വർഷമൊക്കെ ആയിട്ട് 2024 തൊട്ട് എനിക്ക് ഈ വിരയ്ക്ക് ഗുളിക കഴിക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കഴിക്കണം. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല എത്ര കാലമായി ഈ വിരശല്യം തുടങ്ങിയിട്ടെന്ന്. അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് എനിക്ക് അത് പിന്നെ 2 വർഷമായിട്ട് ഇല്ല, സംഭവമില്ല. അങ്ങനെ സൗഖ്യം കിട്ടി. ഈശോയ്ക്ക് നന്ദി, ഈശോ സ്തുതി. കരങ്ങളടിച്ച് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.